ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവസാന ഭാഗത്ത് ഹൃദയപൂർവ്വം, ലോക എന്നീ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് പറയും. എന്നാലും പ്രധാന വിഷയം രണ്ട് സിനിമകളും ഏതൊക്കെ റെക്കോർഡുകൾ ഭേദിച്ചു എന്നുള്ളതാണ്. അതിനു മുൻപ് ലാലേട്ടന്റെ അച്ചീവ്മെന്റ് തന്നെ ആദ്യം പറയാം. അതിലൊന്നാമത്തത് എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തുടർച്ചയായ മൂന്നാമത്തെ ഹിറ്റ് ഹൃദയപൂർവ്വത്തിലൂടെ മലയാളികൾക്ക് ലാലേട്ടൻ സമ്മാനിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ഹൃദയപൂർവ്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ സംവിധായകൻ സത്യൻ അന്തിക്കാടും ഒരു പ്രധാന ഘടകമാണല്ലോ. അവിടെ ഹൃദയപൂർവ്വം ഒരു റെക്കോർഡ് നേടിയിട്ടുണ്ട്. അതായത് സത്യൻ അന്തിക്കാടിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ഇതുവരെ ഫഹദ് ഫാസിൽ നായകനായിട്ട് എത്തിയ ഞാൻ പ്രകാശൻ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അത് ലാലേട്ടന്റെ ഹൃദയപൂർവ്വമാണ് എന്നുള്ളതാണ്. ഇനി എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇന്നലത്തെ എൻ്റെ വീഡിയോയെ കുറിച്ചാണ്. അതായത് ഹൃദയപൂർവ്വം എന്ന ലാലേട്ടൻ മൂവി ഫ്ലോപ്പാണ്, അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ തകർന്നു പോയി എന്നൊന്നും ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ കമന്റുകൾ കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരുന്നത് എന്നുള്ളത്. പിന്നെ പറയാനുള്ളത്, ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയും ഒരു ഫിക്ഷൻ ഡ്രാമയും തമ്മിലല്ല ഞാൻ കമ്പയർ ചെയ്തത്. പകരം ഓണച്ചിത്രങ്ങളുടെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ടാണ് ഞാൻ വിശകലനം ചെയ്തത് എന്നുള്ളതാണ്. അവിടെ ചിത്രത്തിന്റെ ജോണർ ഒരു വിഷയമേ അല്ല, പകരം ഓണച്ചിത്രം എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല, ഒരു ഫാമിലി ഡ്രാമയും ഫിക്ഷൻ ഡ്രാമയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ലോജിക്കലല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല, രണ്ട് ചിത്രങ്ങളുടെയും റിവ്യൂ ഞാൻ പോസിറ്റീവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതായത് രണ്ട് ചിത്രങ്ങളും പിന്നിട്ട നാഴികക്കല്ലുകളും പിന്നിടാൻ സാധ്യതയുള്ള നാഴികക്കല്ലുകളും എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, കേരള കളക്ഷന്റെ കാര്യത്തിലും വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിലും 2025 ചിത്രങ്ങളിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ലോകയും ഹൃദയപൂർവ്വവും 6-ാം ദിവസം തന്നെ ഇടം പിടിച്ചു എന്നുള്ളതാണ്. അതായത് കേരള കളക്ഷനിൽ ലോക 41 കോടിയുമായിട്ട് 4-ാം സ്ഥാനത്തെത്തി. ഇനി 141 കോടി നേടി 1-ാം സ്ഥാനത്തുള്ള തുടരും എന്ന സിനിമയും, 125 കോടി നേടി 2-ാം സ്ഥാനത്തുള്ള എമ്പുരാനും, 50 കോടി നേടി 3-ാം സ്ഥാനത്തുള്ള ആലപ്പുഴ ജിംഖാനയുമാണ് ലോകയ്ക്ക് മുന്നിലുള്ളത്. അതേസമയം ഹൃദയപൂർവ്വം 17 കോടി നേടി ബസൂക്കയെ പിന്തള്ളി 8-ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. ഇതോടെ 2025 ഇറങ്ങിയ ചിത്രങ്ങളിൽ കളക്ഷന്റെ കാര്യത്തിൽ ബസൂക്ക 9-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അടുത്തത് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലോക 73 കോടിയുമായിട്ട് 3-ാം സ്ഥാനത്തെത്തി. ഇനി 235 കോടി നേടി 1-ാം സ്ഥാനത്തുള്ള തുടരും എന്നുള്ള സിനിമയും, 266 കോടി നേടി 2-ാം സ്ഥാനത്തുള്ള എമ്പുരാനുമാണ് ലോകയ്ക്ക് മുന്നിലുള്ളത്. അതായത് 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന ആലപ്പുഴ ജിംഖാനയെ ലോക പിന്നിലാക്കി എന്നുള്ളത്. അതേസമയം ഹൃദയപൂർവ്വം 46 കോടി നേടി ബസൂക്കയെ പിന്തള്ളി 7-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതോടെ 2025 ഇറങ്ങിയ ചിത്രങ്ങളിൽ കളക്ഷന്റെ കാര്യത്തിൽ ബസൂക്ക 8-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇനി മൊത്തത്തിലുള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ, അതായത് ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് നോക്കിയാൽ, അതും വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ നോക്കിയാൽ 73 കോടി നേടി പ്രേമത്തെ പിന്തള്ളി ലോക 20-ാം സ്ഥാനത്തെത്തി. മാത്രമല്ല, വെള്ളിയാഴ്ച ഇറങ്ങിയ ലോകയുടെ തെലുങ്ക് പതിപ്പും ശനിയാഴ്ച ഇറങ്ങിയ തമിഴ് പതിപ്പും കൂടി കൂട്ടിയാൽ ടോട്ടൽ കളക്ഷൻ 81 കോടിയാവും. അപ്പോൾ ശരിക്കും ലോക ഇപ്പോൾ കുറുപ്പിനെ പിന്തള്ളി 18-ാം സ്ഥാനത്താണെന്നും വേണമെങ്കിൽ പറയാം. ഇനി ഇന്ത്യ കളക്ഷന്റെ കാര്യത്തിൽ 10-ാം സ്ഥാനത്ത് ലോകയ്ക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നേടിയ 32 കോടി എന്നുള്ളത് 74.5 കോടിയിലേക്ക് എത്തണം. അതോടെ ARMനെ പിന്തള്ളി 10-ാം സ്ഥാനത്തെത്താം. അതുപോലെ കേരള കളക്ഷന്റെ കാര്യത്തിലും പ്രേമലുവിനെ പിന്തള്ളി 10-ാം സ്ഥാനത്തെത്താൻ ലോക ഇനിയും 42 കോടി കൂടി നേടണം. ഇപ്പോഴത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഈ ഓണക്കാലത്ത് തന്നെ അതൊക്കെ കളക്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് കരുതാം. അടുത്തത് കേരളത്തിലെ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങളെ വെച്ച് ചെയ്ത പടങ്ങളാണ്. അവിടെയും ടേക്ക് ഓഫിന്റെ 26.5 കോടി, ഉയരയുടെ 22 കോടി, ഹൗ ഓൾഡ് ആർ യുവിന്റെ 15 കോടി, ഇതിനെയെല്ലാം പിന്നിലാക്കി ലോക 4-ാം ദിവസം തന്നെ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കാറ്റഗറിയിൽ ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിലേക്ക് എത്തുന്ന ചിത്രവും ലോക തന്നെയാണ്. അതായത് സ്ത്രീ കേന്ദ്ര കഥാപാത്രമാവുന്ന ചിത്രങ്ങളുടെ കാര്യത്തിൽ സത്യത്തിൽ വേറെ ഒന്നും 50 കോടിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഇനി മലയാളത്തിലെ എല്ലാ ചിത്രങ്ങളും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിലെത്തിയ ചിത്രങ്ങളിൽ ലോക എന്ന കല്യാണി ചിത്രം ആടുജീവിതത്തിനും ലൂസിഫറിനുമൊപ്പം 3-ാം സ്ഥാനത്താണ്. അതായത് 4 ദിവസങ്ങൾ കൊണ്ട് 50 കോടി നേടി. ഇവിടെ പക്ഷേ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും ലാലേട്ടൻ തന്നെയാണ് കേട്ടോ. അതായത് 3 ദിവസം കൊണ്ട് 50 കോടി നേടിയ തുടരും 2-ാം സ്ഥാനത്തും, പ്രീ ബുക്കിംഗ് കൊണ്ട് തന്നെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 50 കോടിക്ക് മുകളിൽ നേടിയ എമ്പുരാൻ 1-ാം സ്ഥാനത്തും. ഇനി 6-ാം ദിവസം ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുമ്പോൾ ഇത്തവണത്തെ ഓണച്ചിത്രങ്ങളിൽ 73 കോടിയുമായിട്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്ര 1-ാം സ്ഥാനത്തും, 46 കോടിയുമായിട്ട് ഹൃദയപൂർവ്വം 2-ാം സ്ഥാനത്തുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ. ബൈ ബൈ.